ഉംറയുടെയും ഹജ്ജിൻ്റെയും ഇഹ്റാമിൻ്റെ വസ്ത്രം പുരുഷന്മാർ എങ്ങനെയാണ് ധരിക്കേണ്ടത് എന്ന് നാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. പുരുഷന്മാർ തുന്നിക്കൂട്ടിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. അവർക്ക് രണ്ട് വസ്ത്രമാണ് ഉണ്ടാവുക. ഒന്ന് അരയിലുടുക്കുന്ന മുണ്ടും മറ്റൊന്ന് മേലെ ധരിക്കുന്ന മേൽമുണ്ടും. അവർക്ക് തൊപ്പി ധരിക്കാനോ മുഖം മറയ്ക്കാനോ പാടില്ല എന്ന് നാം പറഞ്ഞു. എന്നാൽ സഹോദരിമാർ, സ്ത്രീകൾ, അവർ ഇഹ്റാമിലായിരിക്കുമ്പോൾ അവരുടെ മുഖം മറയ്ക്കാൻ പാടില്ല. മുഖമല്ലാത്ത മറ്റു ശരീര അവയവങ്ങളെല്ലാം അവർ മറയ്ക്കേണ്ടതാണ്. ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഹജ്ജിൻ്റെയോ ഉംറയുടെയോ നിയ്യത്ത് വെച്ച് തൽബിയത്ത് ചൊല്ലുന്നതിനാണ് ഇഹ്റാം ചെയ്യുക എന്ന് പറയുന്നത്. പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് പുരുഷൻ ഈ ഒരു വസ്ത്രം ധരിക്കലോടുകൂടെ ഉംറയിലേക്ക് പ്രവേശിച്ചു, അല്ലെങ്കിൽ ഈ ഒരു വസ്ത്രം ധരിക്കലോടുകൂടെ ഹജ്ജിലേക്ക് പ്രവേശിച്ചു എന്ന ഒരു ധാരണ ഒരുപക്ഷെ പലർക്കും ഉണ്ടാകാം. എന്നാൽ ഈ വസ്ത്രം ധരിക്കലോടുകൂടെ നമ്മൾ ഒരിക്കലും ഉംറയിലേക്കോ ഹജ്ജിലേക്കോ പ്രവേശിക്കുന്നില്ല. ഉംറയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരുങ്ങുകയാണ്. ഇഹ്റാമിലായിരിക്കുമ്പോൾ ഈ വസ്ത്രം മാത്രമാണല്ലോ നമുക്ക് ധരിക്കാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ നമ്മൾ ഒന്ന് ഒരുങ്ങി തയ്യാറാകാൻ വേണ്ടിയാണ് നേരത്തെ ഈ വസ്ത്രം ധരിക്കുന്നത്. നിയ്യത്ത് വെക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, നഫ്ല് നിസ്കാരം നിർവഹിക്കാനുണ്ട്. അത് എവിടെയാണോ നമ്മൾ നിയ്യത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് മുമ്പായി നിർവഹിച്ചാൽ മതി. എയർപോർട്ടിൽ സൗകര്യമുള്ളവരുണ്ടാകും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്തിറങ്ങാൻ ഉദ്ദേശിക്കുന്നവർ വീട്ടിൽ നിന്ന് തന്നെ ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ഈ സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും പാരായണം ചെയ്യുക. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അഹദ് ഇഖ്ലാസ് സൂറത്തും പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഈ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പുരുഷന്മാർ തല തുറന്ന് ഇടേണ്ടതില്ല. അവർക്ക് തൊപ്പി ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തലപ്പാവ് ധരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കാം. കാരണം നമ്മളിപ്പോഴും ഇഹ്റാമിലേക്ക് പ്രവേശിച്ചിട്ടില്ല. നിയ്യത്ത് വെക്കലോടുകൂടെയാണ്, തൽബിയത്ത് ചൊല്ലലോടുകൂടെയാണ് നാം ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. നമ്മളിനി ഉംറയുടെ നിയ്യത്ത് വെക്കാൻ പോവുകയാണ്. നിയ്യത്ത് വെക്കാൻ പോകുന്നതിന് മുമ്പ് പുരുഷന്മാർ അവരുടെ തലയിൽ തൊപ്പിയുണ്ടെങ്കിൽ ആ തൊപ്പി അഴിച്ചു മാറ്റണം. തലപ്പാവുണ്ടെങ്കിൽ അഴിച്ചു മാറ്റണം. സഹോദരിമാർ, സ്ത്രീകൾ നിഖാബ്, ഹിജാബ് ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹിജാബും നിഖാബും അവർ അഴിച്ച് മാറ്റി വെച്ചതിന് ശേഷമാണ് നിയ്യത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടത്. ഉംറയുടെ നിയ്യത്ത് എങ്ങനെയാണ് വെക്കുക എന്ന് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അല്ലാഹുമ്മ ഇന്നി ഉരീദുൽ ഉംറത ഫയസ്സിർഹാ ലി വതഖബ്ബൽഹാ മിന്നി വഅഇന്നി അലൈഹാ വബാരിക് ലി ഫീഹാ നവൈതുൽ ഉംറത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല. ഇതാണ് നിയ്യത്ത്. നിയ്യത്ത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തൽബിയത്ത്, അത് 1 തവണ പറയൽ നിർബന്ധമാണ്. 3 തവണ പറയൽ സുന്നത്താണ്. എന്താണ് തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഇതാണ് തൽബിയത്ത്. ഇത് 1 തവണ പറയൽ നിർബന്ധമാണ്, 3 തവണ പറയൽ സുന്നത്താണ്. അങ്ങനെ നിയ്യത്തും തൽബിയത്തും നാം പറയലോടുകൂടെ നാം ഉംറയുടെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ ഹജ്ജിന് വേണ്ടി നിയ്യത്ത് ചെയ്യുമ്പോൾ നാം പറയേണ്ടത് അല്ലാഹുമ്മ ഇന്നി ഉരീദുൽ ഹജ്ജ ഫയസ്സിർഹു ലി വഅഇന്നി അലൈഹി വബാരിക് ലി ഫീഹി നവൈതുൽ ഹജ്ജ വഅഹ്റംതു ബിഹി ലില്ലാഹി തആല. ഈ ഒരു നിയ്യത്ത് വെച്ചുകൊണ്ട് തൽബിയത്ത് 1 തവണ ചൊല്ലുക, അത് നിർബന്ധമാണ്. 3 തവണ ചൊല്ലൽ അത് സുന്നത്താണ്. അങ്ങനെ 3 തവണ തൽബിയത്ത് ചൊല്ലി നാം ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രവർത്തനങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലുള്ള ആൾക്ക് മുഹ്രിം എന്നാണ് പറയുക, ഇഹ്റാം ചെയ്തയാൾ എന്നാണ് പറയുക. ഇനി ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് പൂർണ്ണമായി ഹജ്ജിൽ നിന്ന് വിരമിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഉംറയുടെ പ്രവർത്തനങ്ങൾ ചെയ്ത് ഉംറയിൽ നിന്ന് വിരമിക്കുന്നത് വരെ ധാരാളം കാര്യങ്ങൾ ഇഹ്റാമിലായുള്ള മുഹരിമായ ആള് അല്ലെങ്കിൽ മുഹരിമത്തായ സ്ത്രീ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതെന്തൊക്കെയാണെന്ന് വരുന്ന വീഡിയോകളിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.